ഹേ ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നേപ്പാളിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാൻഡിയാണ്. ഈ ഒരു ക്യാൻഡി നമ്മൾ ശർക്കരയും നാളികേരവും ഒക്കെ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യാൻഡിയാണ്. എൻ്റെ കുട്ടിക്കാലത്തെ എൻ്റെ ഫേവറേറ്റ് ആയ ഒരു ക്യാൻഡിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബും ഫോളോ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഫോളോ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് അറിയിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അതിനായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ശർക്കര ഉപയോഗിക്കാം. നമുക്ക് അരിക്കാൻ ഉള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കല്ലില്ലാത്ത ഒരു ശർക്കര എടുക്കുക. അത് 1 കപ്പ് ശർക്കര എടുക്കാം. അത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. വെള്ളമൊന്നും ആഡ് ചെയ്യാണ്ട് തന്നെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ട് നമ്മുടെ ശർക്കര ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് ആ കട്ടയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് മാവ ചേർക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം മാവ, അതായത് നമ്മുടെ ഖോവ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം, വളരെ ടേസ്റ്റിയാണ്. മാവ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മെൽറ്റായി വരുന്നിടം വരെ നന്നായിട്ടൊന്ന് ഈ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊപ്ര തേങ്ങ ഇല്ലേ, ഉണക്ക തേങ്ങ, അത് നന്നായിട്ട് ക്രഷ് ചെയ്ത് അതും കൂടെ നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പോളം നമ്മുടെ നാളികേരമാണ്, അതായത് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു 1/4 കപ്പ് ബാദാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കാഷ്യൂ നട്ട് ഉണ്ടെങ്കിൽ, പീനട്ട്സ് ഉണ്ടെങ്കിൽ, ഏത് നട്ട്സ് ആണെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഏകദേശം ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഇതിലോട്ട് നമുക്കൊരു 4 ടേബിൾ സ്പൂണോളം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കിന് നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടും. വീണ്ടും അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അത് കുറുകി വരുന്ന ഒരു ബോൾ പരുവത്തിൽ ഉരുണ്ട് വരുന്ന സമയം വരെ നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നോക്കിക്കോളൂ, ആ ഒരു പാൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ടെക്സ്ചർ മാറിക്കിട്ടും. പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ പാൽ ആഡ് ചെയ്യുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ക്യാൻഡിയാണ് കേട്ടോ. വളരെ ഫേമസ് ആണ്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ സ്കൂൾ ലൈഫിൽ ഞങ്ങൾ 1 രൂപ അല്ലെങ്കിൽ 2 രൂപ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു 2 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് 4 ക്യാൻഡീസ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അത് കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, എൻ്റെ വായിൽ ഇപ്പോഴും ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അത്രയ്ക്ക് സ്വാദിഷ്ടമായ ഒരു ക്യാൻഡിയാണ്. അപ്പോൾ അതാ നോക്കിക്കോളൂ, ഏകദേശം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് കുറുക്കി നമ്മുടെ ആ ഒരു പാൻ വിട്ട് നല്ല ബോൾ പോലെ ഉരുണ്ട് വരുന്ന സമയം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, പാനിൽ നിന്ന് വിട്ട് നന്നായിട്ടൊരു ബോൾ പരുവത്തിൽ ഇത് നന്നായിട്ട് ഉരുണ്ട് വരുന്നുണ്ട്. ഈ ഒരു ടെക്സ്ചർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒട്ടുമേ വെയിറ്റ് ചെയ്യാൻ പാടില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാൻഡി ആക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യം ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ആ പ്ലേറ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള നെയ്യ് നമ്മുടെ കൈമേ ജസ്റ്റ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് 1 കപ്പ് വെള്ളം ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. കാരണം നമ്മുടെ ഈ ഒരു ശർക്കര ഭയങ്കര ചൂടായിരിക്കും. അപ്പം കൈ പൊള്ളുന്ന ആ ഒരു ടെക്സ്ചർ, ആ ഒരു ഫീൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് കൈമേ തൊട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചെറിയ ബോൾസ് ആക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. നല്ല ചൂടാണ്, അപ്പം ചൂടോടെ തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ചെറിയ ഉരുള നമുക്ക് ഏത് വലുപ്പത്തിലാണ് നമ്മുടെ ക്യാൻഡി ആവശ്യമുള്ള ആ ഒരു വലുപ്പത്തിൽ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ട് ഉരുട്ടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചെറിയൊരു സ്പൂണോ അല്ലെ ഈ സെയിം സ്പാച്ചിൽ വെച്ച് ഇതുപോലെ പതിയെ ഒന്ന് എടുത്ത് ചൂടോടെ തന്നെ ഒന്ന് ആക്കിയെടുക്കാം. അഥവാ നമ്മുടെ കൈ ഒന്ന് പൊള്ളുന്ന ആ ഒരു ഫീൽ വരുന്നുണ്ടെങ്കിൽ കൈയുമേ ജസ്റ്റ് ഒന്ന് ഒരു ഡ്രോപ്പ് വെള്ളം ഒന്ന് തടവി കൊടുത്താൽ മതി. ആ രീതിയിൽ ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു നമ്മുടെ ശർക്കരയും കൊണ്ടും തയ്യാറാക്കിയിരിക്കുന്ന ക്യാൻഡീസ് ഇവിടെ റെഡിയാണ് കേട്ടോ. നേപ്പാളിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ക്യാൻഡിയാണ്. കുട്ടികളൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്ന ചോക്ലേറ്റ്സിനെക്കാട്ടി ഭേദം നമുക്ക് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ്സ്, അതായത് ഈ ഒരു ക്യാൻഡീസ് ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. നിങ്ങൾ കുറച്ച് നാളത്തേക്കിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെപ്പിയിലോട്ടൊക്കെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഓരോന്നായിട്ട് കൊടുക്കാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാൻഡീസാണ് കേട്ടോ. അപ്പം വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു പുസ്തകാരിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.